ഇന്ന് ഒരു 4 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ചോറ് വെക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. തലേദിവസം തന്നെ ചോറ് കുറച്ചധികം ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ തിളപ്പിച്ചൂറ്റിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ കാലത്ത് എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നില്ല. വൈകിട്ട് എന്തായാലും ചോറ് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ തീ പൂട്ടി വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അരി കുതിർക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. കുറച്ചധികം പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അതൊക്കെ അതാത് സ്ഥലത്ത് വെച്ചു. ഇന്ന് ഞാൻ നമ്മുടെ കിച്ചൺ ചെറുതായിട്ടൊരു മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ടൈലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരുപാട് ചെളിയും അഴുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈൽ കടയിൽ പോയിട്ട് ഒരു ആസിഡാണ് ടൈലൊക്കെ ക്ലീൻ ചെയ്യുന്നത്, ലിക്വിഡ്. അത് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഈ ഒരു ലിക്വിഡും അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ചൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് വോളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ചെളി കംപ്ലീറ്റ് ആയിട്ട് പോകട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് അടുപ്പിൻ്റെ ബാക്കിലും ഇതുപോലെ കറികളൊക്കെ തെറിച്ച് ഇങ്ങനെ മഞ്ഞ കളറിലായിട്ട് പൂവാണ്ട് കിടക്കുന്നുണ്ടാവും. എത്ര തുടച്ചാലും പോവില്ല. പക്ഷേ ഈ ഒരു ലിക്വിഡ് ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ നിഷ്പ്രയാസം നമുക്കത് കളയാനായിട്ട് പറ്റും കേട്ടോ. ടൈലൊക്കെ നന്നായിട്ട് വെളുത്ത് പളപളാന്ന് തന്നെ തിളങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ലിക്വിഡ് വാങ്ങിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തൊന്നും വെക്കരുത് കേട്ടോ. ആസിഡ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്കൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്ലൗസോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കവറൊക്കെ ഇട്ടതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എൻ്റെ വീട്ടിൽ ടൈൽ പണിക്ക് വന്ന സമയത്ത് അവരാണ് പറഞ്ഞത് ഇങ്ങനൊരു ആസിഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ലിക്വിഡ് വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. ചെളിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പളാന്ന് തന്നെ നമ്മുടെ ടൈലൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തോന്നി ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് തുടച്ചതിന് ശേഷം. നന്നായിട്ട് വെളുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ തുടച്ചു. അതിനുശേഷം കുറച്ച് ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ഈ ഒരു വൈറ്റ് ടൈൽ കാണുന്ന സ്ഥലത്ത് നമ്മൾ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് മീഷോന്നാണ് വാൾ പേപ്പറൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചത്. പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞു, ഒരു ഏകദേശം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിങ്ങനെ കണ്ട് മടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു പേപ്പറൊക്കെ വലിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 2 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജനതയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു വാൾ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിക്കാന്നുള്ള പരിപാടിയിലാണ് ഇന്ന്. എന്തായാലും വെള്ളമൊക്കെ നല്ല രീതിയിൽ കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകി അടപ്പത്തിട്ടു. അതെന്തായാലും അവിടെ കിടന്നാവട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വാൾ പേപ്പർ ഒട്ടിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കാം. ജനതയിൽ പോയപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരുപാട് വാൾപേപ്പറിൻ്റെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ എന്തായാലും ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് കളർ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കളർ ഏതാണെന്ന് പറയാത്ത കേട്ടോ. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി ഏതാണ് കളർ എന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ഒട്ടിച്ചത് ബ്ലാക്കിൽ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ഒക്കെ വരുന്നതാണ്. അതും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഏകദേശം ഒരു 400 രൂപയുടെ താഴെയാണ് റേറ്റ് വരുന്നത്. ഇത് എത്ര മീറ്റർ ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത് ഒട്ടിക്കാനായിട്ടുള്ള ആ ഒരു ത്വര കാരണം നമ്മൾ ആ പേപ്പറൊക്കെ വലിച്ച് പറിച്ചങ്ങ് കളഞ്ഞു. അപ്പോൾ അതിലെത്ര മീറ്റർ ഉണ്ട്, എത്ര ലെങ്ത് ആണ്, എത്ര വീതിയാണ്, ഇതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വാൾപേപ്പർ നല്ല കിടിലൻ ക്വാളിറ്റിയാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഡാർക്ക് കളർ ചൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത് കേട്ടോ. വാൾപേപ്പർ ഒട്ടിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് കിച്ചണിൽ. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ച കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട്. 1-2 ഭാഗങ്ങൾ ഒട്ടിക്കാനായിട്ട് വലിയ പണിയില്ല. പക്ഷെ നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ ഭാഗം ഒട്ടിക്കാനായിട്ട് നല്ല മെനക്കെട് പിടിച്ചൊരു പണിയാണ്. എന്തായാലും ഇത് അളവൊക്കെ എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടനുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ചേട്ടനും കൂടാറുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അളവൊക്കെ എടുത്തു. അത് നല്ല രീതിയിൽ കട്ട് ചെയ്തു. ഇനി നമുക്ക് വാൾപേപ്പറിൽ ഒട്ടിക്കാനായിട്ട് പോവാണ്. ജസ്റ്റ് നമ്മൾ പുസ്തകത്തുമ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കില്ല, അതായത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പേപ്പർ ഇങ്ങോട്ട് പോന്ന് കിട്ടും. പശയുള്ള ഭാഗം നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു വാൾ പേപ്പറും. അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ വലിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. കഴിഞ്ഞ തവണത്തേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാൾ പേപ്പറാണ്. ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ മതി. അപ്പോൾ 2 ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. 3-ാമത്തെ ഭാഗം ഈ ഒരു കാണുന്ന പൈപ്പിൻ്റെ പോർഷനാണ്. അവിടെ നമ്മൾ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ തന്നെ അവിടെ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല, കട്ട് ചെയ്ത് ഒട്ടിച്ച പോർഷനാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്യൂട്ടായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചു. അതുകൊണ്ടാണ് കുറച്ച് പാത്രങ്ങൾ അധികം സിങ്കിൽ വന്ന് കിടക്കുന്നത്.
വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വോളിലുണ്ടായിരുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാട് വൈകി. നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് സമയം ആ ഒരു വഴിക്ക് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. എന്തായാലും സിങ്കിൽ കൂടിക്കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ആ ഒരു പരിപാടിയിലേക്ക് നിന്നു കേട്ടോ. ഇപ്പോൾ തന്നെ എനിക്ക് കിച്ചൺ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പുതിയൊരു കിച്ചണിൽ പെരുമാറുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെൻ്റെ ഒരു മനസ്സിൻ്റെയാണ്. എനിക്കങ്ങനെ എന്താ പറയുക, കുറച്ചധികം നാളിങ്ങനെ പഴയ പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മടുപ്പ് ഇങ്ങനെ തോന്നും മനസ്സിന്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുന്ന ഭാഗം കിച്ചണും അതുപോലെ തന്നെ ബെഡ്റൂമും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം എന്നാണ്, കളർഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഇരിക്കുന്ന ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല ഇന്നത്തെ ദിവസം. കിച്ചൺ ചെറിയ രീതിയിലൊക്കെ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ 1-2 പ്രൊഡക്റ്റും കൂടി ജനതയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു വേസ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ വേസ്റ്റ് ബോക്സ് കുറേ നാളുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്നൊരു ചെറിയൊരു കയ്യപ്തം പറ്റിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വേസ്റ്റ് ബോക്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടും ആ ഒരു വാൾപേപ്പറിനോട് ഒത്തു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് കയറി വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് പാത്രങ്ങൾ കഴുകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ തന്നെ സോപ്പ് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും നല്ല അടിപൊളി കിടിലൻ പ്രൊഡക്ട്സ് ആണ്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് തന്നെ ഒരു കത്രിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയ കത്രിക മൂർച്ചയൊന്നും ഇല്ലാണ്ട് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു കത്രിക കൂടി വാങ്ങിച്ചു. ഏകദേശം 290 രൂപ അങ്ങോട്ടാണ് ഈ ഒരു കത്രികയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിലെ പുതിയ മേക്ക് ഓവറുകളും അതുപോലെ തന്നെ പുതിയ വിശേഷങ്ങളൊക്കെ. ഇനിയും ഒരുപാട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഇല്ലാത്ത കാരണം കൊണ്ട് അതൊക്കെ പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. കിച്ചണിൽ വാൾപേപ്പർ ഒട്ടിച്ചതൊക്കെ ബാലൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് കിച്ചൺ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അപ്പോൾ പോസിറ്റീവായിട്ട് ഇനി ഒരു പുതിയ കിച്ചണിൽ കുക്ക് ചെയ്ത് തുടങ്ങാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എന്തായാലും പോയി കിടക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.